ഫൈബ്രോയിഡ്സിന് പലതരത്തിലുള്ള ചികിത്സാ രീതികൾ നിലവിലുണ്ട്. ഏറ്റവും ആധുനിക തരത്തിലുള്ള ഫൈബ്രോയിഡ്സിൻ്റെ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാജഗിരി ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ നിന്നും സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ടോം ജോർജ്. നമസ്കാരം സാർ. ഹായ്. സ്ത്രീകളിൽ ഇപ്പോൾ വളരെ സാധാരണമായിട്ട് ഫൈബ്രോയിഡ്സ് കണ്ടുവരുന്നു. ഇത് അപകടകാരിയാണോ, ഒരു രോഗാവസ്ഥയിലേക്ക് സ്ത്രീകളെ നയിക്കുമോ? അപ്പോൾ ഇതിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിക്കുള്ള ഒരു പങ്ക് അല്ലെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? യൂട്രസിലുള്ള ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും സ്കാൻ ചെയ്തു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇത് യൂട്രസിലുള്ള മുഴകൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അതൊരു ക്യാൻസറാണോ ട്യൂമറാണോ എന്നാണ്. അപ്പോൾ യൂട്രസിലെ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ക്യാൻസർ അല്ല. അത് നമ്മൾ ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ യൂട്രസിലുണ്ടാകുന്ന മസിൽസിലുള്ള ചില വീക്കം കൊണ്ടുവരുന്ന ചില ഫൈൻഡിങ്സാണ്. അപ്പം അതുകൊണ്ട് അത് കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് യൂട്രസിലെ ഫൈബ്രോയിഡ് കൊണ്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഫൈബ്രോയിഡ്സിൻ്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ യൂട്രസിലെ ഫൈബ്രോയിഡ് വരുമ്പോൾ സാധാരണ ചിലർക്ക് ചില സ്ത്രീകൾക്ക് നമുക്കറിയാം മെൻസസിൻ്റെ സമയത്ത് അസഹനീയമായിട്ടുള്ള വയറുവേദന അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുക. പിന്നെ ചിലതരം ഫൈബ്രോയിഡുകൾ ഒരുപാട് വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് നമ്മുടെ മോഷൻ പാസ് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടായി കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ബ്ലാഡറിന് തടസ്സമായിട്ട് മൂത്രം പാസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൂടെയുള്ള യൂറിനറി ഇൻഫെക്ഷൻസോ ഇതുപോലെയുള്ള വലിയ ഫൈബ്രോയിഡുകൾ വരുത്താം. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന ഫൈബ്രോയിഡ് കൊണ്ടുള്ള രോഗലക്ഷണങ്ങൾ. സാർ, ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് ഞാനെപ്പോഴും കേട്ടിട്ടുള്ളത് ഈ ഫൈബ്രോയിഡ്സിന് സർജറി കൊണ്ട് നീക്കം ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ലാതെ മറ്റ് ചികിത്സാ രീതികൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പം ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ നമ്മൾ പ്രധാനമായും ഇങ്ങനെ പല പുതിയതായിട്ടുള്ള നൂതനമായിട്ടുള്ള പലതരം ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പിൻ ഹോൾ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അതായത് ഇതൊരു സർജറി അല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നത് ഫൈബ്രോയിഡ് കണ്ടാൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ തന്നെ സർജറി ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ സർജറി നമുക്ക് അറിയാവുന്ന പോലെ ഒന്നല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയുന്ന ഹിസ്റ്ററക്ടമി പോലത്തുള്ള സർജറികളോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മുഴകൾ മാറ്റുന്ന പോലത്തെ സർജറികളാണ്. പൊതുവേ സർജറികൾക്ക് നമുക്ക് അറിയാം കുറേ റെസ്റ്റ് വേണം. അത് കഴിഞ്ഞ് നമുക്ക് സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് മെയിൻ കൺസേൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും സർജറി ചെയ്യാനുള്ള കൺസേൺസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന പോലെ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറയും, UFE ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇത് തീർത്തും സർജറി അല്ല. ഇത് നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ഒരു ലളിതമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ കയ്യിലെയോ കാലിലെയോ ഒരു രക്തക്കുഴൽ വഴി ജസ്റ്റ് ചെറിയൊരു നീഡിൽ ത്രൂ നമ്മളൊരു വെറും ഒരു 1 or 2 millimeter ഓപ്പണിങ്ങിലൂടെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സർജറി അല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റിച്ച് പോലും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കയ്യിലൊരു ക്യാനിൽ ഇടുന്ന പോലെ തന്നെ ചെറിയൊരു നീഡിൽ ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലൂടെ ചെന്ന് നമ്മുടെ രക്തക്കുഴലിൽ വഴി ചെന്ന് നമ്മുടെ യൂട്രസിലേക്കുള്ള ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചിലതരം രക്തക്കുഴലുണ്ട്. അതിലേക്ക് ചെന്ന് നമ്മൾ ആ രക്തക്കുഴലിലേക്ക് മണൽത്തരി പോലത്തെ ചില മെഡിസിൻസ് ഇട്ട് ആ ഫൈബ്രോയിഡിലെ രക്തോട്ടം നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് എംബോളൈസേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സർജറി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകാം. അടുത്ത ദിവസം വീട്ടിൽ പോകാം. നമുക്കൊരു സ്റ്റിച്ച് പോലും ഇല്ല. പിന്നെ റെസ്റ്റ് ഒന്നും കാര്യമായിട്ട് വേണ്ട. അതേപോലെ തന്നെ ഒരു മേജർ അനസ്തീഷ്യയുടെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. സാർ, ഒരു ഫൈബ്രോയിഡ് സർജറി കൊണ്ട് നീക്കം ചെയ്യുന്നതിനേക്കാൾ UFE ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണമേന്മകൾ കൂടുതൽ എന്തൊക്കെയാണ്? ഇപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ബേസിക്കലി നമുക്കറിയാം യൂട്രസ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വളരെയധികം ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു അവയവമാണ്. അപ്പോൾ നമുക്ക് ഒരേ റിസൾട്ട് കിട്ടുകയാണ്, അതേസമയം നമുക്കൊരു അവയവം എടുത്ത് കളയേണ്ട. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇന്ത്യൻ ലേഡീസിനൊക്കെ യൂട്രസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇമോഷണലി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നമ്മൾ യൂട്രസ് എടുത്ത് കളയാതെ തന്നെ നമുക്ക് അതേ റിസൾട്ട് കിട്ടുവാണ്. റെസ്റ്റ് വേണ്ട, സ്റ്റിച്ചസ് ഇല്ല, നമുക്ക് വളരെ മിനിമം കോംപ്ലിക്കേഷൻസ് തന്നെ, കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല, വളരെ സേഫായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒൺലി തിങ് ഇത് ചെയ്യുന്നത് ഒരു ട്രെയിൻഡ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത്. സാർ, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫൈബ്രോയിഡ്സിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇപ്പം ഒന്നിലധികം ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ അതിനും നമ്മൾ ഒരു പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാവുമോ?
അതെ. അപ്പം സാധാരണ രീതിയിൽ പലരും ചോദിക്കുന്നത് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് പറ്റുള്ളൂ, അതോ ഒന്നിലധികം ഉണ്ടെങ്കിൽ പറ്റുമെന്നാണ്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉള്ളത് ഫൈബ്രോയിഡ്, ഒരു ഫൈബ്രോയിഡ് ആയാലും ശരി, 10 ചില സ്ത്രീകൾ 10-15 ഫൈബ്രോയിഡ് ആയിട്ട് വരും. 10 ഫൈബ്രോയിഡ് ആണെങ്കിലും 15 ഫൈബ്രോയിഡ് ആണെങ്കിലും നമ്മൾ ഒരു സെഷൻ ഓഫ് UFE ഫൈബ്രോയിഡ് എംപ്ലൈസേഷൻ കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ബുദ്ധിമുട്ടുകൾ മാറും. മനസ്സിലായി? അതാണ് ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. സർ, ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം മരുന്നുകൾ ഒരു കുറേ കാലത്തേക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? ഓക്കെ. UFE ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ പേഷ്യൻ്റ് വീട്ടിൽ പോവാണ്. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ യൂട്രസിന് നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഏതാനും ഒരു 3-4 ദിവസത്തേക്ക് 1-2 മരുന്നുകൾ കഴിക്കണമെന്നല്ലാതെ വേറെ മരുന്നുകളുടെ ആവശ്യം ഇതിനകത്ത് വരുന്നതേ ഇല്ല. കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ചത് ഫൈബ്രോയിഡിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ്. ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ മറ്റ് രോഗങ്ങൾക്കും ചികിത്സകളുണ്ടോ? ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ ഇന്ന് പലതരം അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ നിലവിലുണ്ട്. അത് തല മുതൽ കാല് വരെയുള്ള പല അസുഖങ്ങൾക്ക്. ഉദാഹരണത്തിന് നമുക്ക് തൈറോയിഡ് മുഴകൾക്ക് സർജറി ഇല്ലാതെ പിൻഹോൾ ട്രീറ്റ്മെൻറ്റിലൂടെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ചിലതരം ലിവർ ക്യാൻസറുകൾക്ക് നമുക്ക് സർജറി ഇല്ലാതെ നമുക്ക് പിൻഹോൾ ട്രീറ്റ്മെൻറ്റിലൂടെ ക്യാൻസറിൽ നിന്നും ക്യൂർ ആവുന്നതാണ്. പിന്നെ നമ്മൾ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രായമുള്ള പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഇതുപോലെ സർജറി ഇല്ലാതെ ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. വെരിക്കോസ് വെയിൻ ഇതുപോലെയുള്ള പല ട്രീറ്റ്മെൻറ്റുകൾക്കും നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. താങ്ക് യു ഡോക്ടർ. ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വിവരങ്ങളാണ് ഡോക്ടർ നമ്മോട് പങ്കുവച്ചത്. ഈ വിവരങ്ങൾ ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.